ഇത്തവണ സിആർ സംഘവും വേൾഡ് കപ്പ് അടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കോഡ് നോക്കുന്ന സമയത്ത് ഈ 26 അംഗ സ്കോഡ് നോക്കുന്ന സമയത്ത് സ്കോഡിൽ വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ട്. ആ ഒരു സ്കോഡിലെ മികച്ച ബെസ്റ്റ് 11 ഒന്ന് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഞാൻ എടുത്ത ബെസ്റ്റ് 11 ആണ് ഈ കാണുന്നത്. അതിൽ ഗോൾ കീപ്പറായിട്ട് നമുക്ക് മറ്റാരെയും കൊടുക്കാൻ പറ്റില്ല, ഡീഗോ കോസ്റ്റനെ കൊടുക്കാൻ പറ്റുള്ളൂ. ഗോൾ കീപ്പറുടെ സ്ഥാനത്ത് ഡീഗോ കോസ്റ്റ. അത് കഴിഞ്ഞ് ഡിഫൻസ് ലൈനിലേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റ് കളിക്കാൻ ന്യൂനോ മെൻഡസ് തന്നെ വരണം. ന്യൂനോ മെൻഡസ് പലപ്പോഴും ന്യൂനോ മെൻഡസിനെ ഓപ്പണന്റ് പ്ലെയറിനൊന്ന് പിടിച്ചു കിട്ടണമെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും. പലപ്പോഴും ലെഫ്റ്റ് വിങ്ങിലൂടെ ന്യൂനോ മെൻഡസ് കാണിച്ചിട്ടുള്ള ഒരുപാട് മികച്ച പെർഫോമൻസ് പോർച്ചുഗലിന് നല്ലൊരു സ്കോറിലേക്ക് എത്തിയിട്ടുള്ളൂ. സോ ലെഫ്റ്റ് കളിക്കാൻ ന്യൂനോ മെൻഡസ് തന്നെ വരണം. റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നിലവിലെ സ്കോഡ് നോക്കുന്ന സമയത്ത് റൈറ്റ് വിങ്ങിൽ ജോ കാൻസലിനേക്കാളും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഇല്ല. സോ റൈറ്റ് വിങ് ആര് കളിക്കണം? ജോ കാൻസലോ കളിക്കണം. ഇനി റൂബൻ ഡയാസ്, നമുക്കറിയാം സിറ്റിയുടെ കിഡിലൻ ഒരു ഡിഫൻഡർ ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് റൂബൻ ഡയാസ്. എപ്പോഴും ഫോമിലാണ്. സോ ഫോമിൽ നിൽക്കുന്ന ആ ഒരു പ്ലെയർ തന്നെ പോർച്ചുഗലിന്റെ സെൻട്രൽ ബാക്ക് ആയിട്ട് കളിക്കാൻ വേണം. ഡയാസിന്റെ കൂടെ ആര് കളിക്കും എന്നാണ് പിന്നെ ഒരു ഓപ്ഷൻ. നിലവിലെ സ്കോർ നോക്കുന്ന സമയത്ത് ഇനാസിയോ ആണ് മികച്ച ഫോമിലുള്ളത്. സോ ഡയാസിന്റെ കൂടെ ഇനാസിയോ കളിക്കട്ടെ. ഈ ഒരു ഡിഫൻസ് ലൈനാണ് ഞാൻ കാണുന്ന എൻ്റെ ഒരു ലൈനപ്പ് എന്ന് പറയുന്നത്. ന്യൂനോ മെൻഡസ്, ഇനാസിയോ ആൻഡ് റൂബൻ ഡയാസ് ആൻഡ് ജോൺ കാൻസലോ. മിഡിലേക്ക് വരുന്ന സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റിനിയ ആൻഡ് ജോ നവസ്. മിഡ്, പോർച്ചുഗലിന്റെ മിഡ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രൈം ഡെഡ്ലി മിഡ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസ് സംബന്ധിച്ച് മികച്ച സീസൺ ആണ്. 22 അസിസ്റ്റ് അടിക്കുന്നു. പ്രീമിയർ ലീഗിലെ ഏറ്റവും അസിസ്റ്റ് ഒരു സീസണിൽ സിംഗിൾ സീസണിൽ അസിസ്റ്റ് നേടിയ ഒരു റെക്കോർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് മാറുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. വിറ്റിനിയെ നോക്കുകയാണെങ്കിൽ UCL 2 തവണ അടിക്കുന്നു. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം വിറ്റിനിയ PSG വേണ്ടി കരസ്ഥമാക്കുന്നു. ജോ നവസിനെ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് മിഡിൽ തിളങ്ങി കളിച്ച ഒരു പ്ലെയർ ആണ് ജോ നവസ്. ഈ ഒരു 3 മിഡ്ഫീൽഡ് നോക്കുന്ന സമയത്ത് പ്രൈം ടൈമാണ്, പ്രൈം ഡെഡ്ലി മിഡ് ആണ്. പോർച്ചുഗലിന്റെ ഒരു കീ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു മിഡ് ഏരിയ ആണ്. ഇതിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാൻ പറ്റുന്നത് വിറ്റിനിയക്കല്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ബ്രൂണോ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കട്ടെ. ബ്രൂണോക്കാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് നല്ലവണ്ണം കളിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലേക്ക് വിറ്റിനി കളിക്കട്ടെ, റൈറ്റ് സൈഡിലേക്ക് ജോ നവസ് കളിക്കട്ടെ. ഈ വിറ്റിനിയക്കും ജോ നവസിനുമുള്ള ഒരു ഈക്വൽ ഒരു സെയിം കാറ്റഗറൈസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീപ്പിൽ ഇറങ്ങി വന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡ് കളിക്കാൻ ഏറ്റവും നല്ല 2 പ്ലേയേഴ്സ് ആണ് ജോ നവസും അതുപോലെ തന്നെ വിറ്റിനിയ. സോ ബ്രൂണോ മിഡിലേക്ക് കളിക്കുന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കട്ടെ. ബാക്കി 2 സൈഡിൽ വിറ്റിനിയും അതുപോലെ തന്നെ ജോ നവസും കളിക്കട്ടെ. ഇനി അടുത്തത് വരാൻ പോകുന്നത് അറ്റാക്കിംഗ് സൈഡാണ്. അറ്റാക്കിംഗ് സൈഡ് വരുമ്പോൾ അറ്റാക്കേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ എടുത്ത അറ്റാക്കിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റില് പെഡ്രോ നെറ്റോ, ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ട്രൈക്കർ ആയിട്ട് കളിക്കണം. അതുപോലെ തന്നെ ലെഫ്റ്റില് റഫലിയോ കളിക്കണം. ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ കൂടെ ലെഫ്റ്റില് റഫലിയോ തന്നെ കളിക്കണം. ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള ബോളുകൾ, ഭയങ്കര സ്പീഡി അബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് റഫലിയോ. സോ ഇദ്ദേഹത്തിന്റെ സ്പീഡ് അബിലിറ്റി ഒരുപാട് ഡേഞ്ചറസ് ബോളുകൾ ഉണ്ടായിട്ടുണ്ട്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ കൂടെ ലെഫ്റ്റ് വിങ്ങില് റഫലിയോ തന്നെ കളിക്കട്ടെ. റൈറ്റിലേക്ക് വരുന്ന സമയത്ത് ബെർണാർഡോ സിൽവ കളിക്കണോ പെഡ്രോ നെറ്റോ കളിക്കണോ എന്നായിരുന്നു സംശയം. ഈ ഒരു സീസണിൽ ബെർണാർഡോ സിൽവയെക്കാളും മികച്ച ഫോമിലാണ് പെഡ്രോ നെറ്റോ. അത് ഇപ്പോൾ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, കീ പാസുകൾ കൊടുത്തായിക്കോട്ടെ, സക്സസ്ഫുൾ ട്രിബിളിംഗ് നോക്കുകയായിക്കോട്ടെ, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ബെർണാർഡോ സിൽവയെക്കാളും മികച്ച ഒരു ഫോമിലാണ് പെഡ്രോ നെറ്റോ. സോ അതുകൊണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ പെഡ്രോ നെറ്റോ കളിക്കട്ടെ, ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ട്രൈക്കിൽ കളിക്കട്ടെ, അതുപോലെ തന്നെ ലെഫ്റ്റിൽ റഫലിയോ കളിക്കട്ടെ. ഇതാണ് ഞാൻ കണ്ട പോർച്ചുഗലിന്റെ ബെസ്റ്റ് 11 എന്ന് പറയുന്നത്. ഇതുപോലെ സ്റ്റാർട്ടിങ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ മികച്ച ഒരു സ്റ്റാർട്ടിങ് പോർച്ചുഗലിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. തികച്ചും അണ്ണന്റെ കാര്യത്തിൽ ഈ ഒരു 26 അംഗ സ്കോഡ് നോക്കുന്ന സമയത്ത് ഇനിയും ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് കളത്തിലുണ്ട്. സോ ഇത്തവണ പോർച്ചുഗലിന് വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുന്ന ഒരു സീസൺ ആണ്. UEFA നാഷണൽ ലീഗ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്പെയിനെതിരെ പോർച്ചുഗൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ അടിച്ചു കളഞ്ഞു. UEFA നാഷണൽ ലീഗ്, രണ്ടാമത്തെ UEFA നാഷണൽ ലീഗും പോർച്ചുഗൽ അടിച്ചു കളഞ്ഞു. സോ ഇത്തവണ ഈ ഒരു സ്കോഡിന്റെ കോർഡിനേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UEFA നാഷണൽ ലീഗിൽ നമ്മൾ കണ്ട പോലെ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2026 വേൾഡ് കപ്പ് മികച്ച സ്കോഡുമായിട്ട് പോർച്ചുഗലിന് സ്വന്തമാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഒരു ഒപ്പീനിയനിലെ സ്കോഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറസ് മൈൻഡ്.